ഓക്കെ, ഇന്ന് നമുക്കൊരു വിവോൻ്റെ സെറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടി കിട്ടിയിട്ടുള്ളതാണ്. ഡിസ്പ്ലേ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ലൈന് വന്നിട്ടുള്ളതാണ് ഡിസ്പ്ലേയിൽ. അത് നിലത്ത് വീണാൽ അല്ലെങ്കിൽ പോക്കറ്റിൽ അമർന്നാലൊക്കെയാണ് കൂടുതലായിട്ട് ലൈന് വരിക. പിന്നെ നമ്മൾ വെള്ളം കയറി കഴിഞ്ഞാലും ലൈന് വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് അഴിച്ചിട്ട് നോക്കാം. കൂടുതലായി ഇങ്ങനത്തെ സെറ്റുകളൊക്കെ നല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതിലിപ്പോൾ ഈ ഗമ്മ്, സൈഡ് ഗമ്മൊക്കെ റിമൂവ് ആയിട്ട് അതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരും. നമ്മൾ കൈ കഴുകിയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലൊക്കെ നമ്മളെ കയ്യിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ വയർപ്പായാലൊക്കെ വെള്ളം ഉണ്ടാവും കയ്യിൽ. അതുകൊണ്ട് നമ്മൾ സെറ്റ് പിടിക്കും, അപ്പോൾ സൈഡിലുള്ള ഗമ്മ് റിലീസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. ആ റിലീസായിട്ട് നിലത്ത് വീഴുമ്പോൾ ജസ്റ്റ് രണ്ടും കൂടി പുറത്തേക്ക് വരും, ഏത് ഡിസ്പ്ലേയും അതുപോലെ തന്നെ സെറ്റിൻ്റെ പാനലും കൂടി പുറത്ത് വന്നിട്ട് അങ്ങനെ വീണിട്ട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. നമുക്കിപ്പോൾ കോപ്പി ഡിസ്പ്ലേ ആണ് കിട്ടിയിട്ടുള്ളത്. ഒറിജിനൽ കസ്റ്റമർ മാറ്റണ്ടെന്ന് പറഞ്ഞു, കുറഞ്ഞത് മതി എന്ന് പറഞ്ഞ കാരണം ഓക്കെ, ഇതിനുള്ളിൽ ആകെ വെള്ളം കയറി തീരുമാനമായിരിക്കും. ഇങ്ങനത്തെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസ് വന്നിട്ട് ഈ ഡിസ്പ്ലേ പുറത്തേക്ക് ബൾജാവും തള്ളിയിട്ട്. അത് കാരണം താരായിട്ടുള്ളതാണത്. അപ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോൾ ക്ലീൻ ആക്കായിട്ടൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറൊക്കെ ആയിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കും, ഒരു വെള്ള ഡോട്ടൊക്കെ. കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ ക്ലീൻ ആക്കായിട്ട്, ചില ആളുകൾ ഇത് ക്ലീൻ ആക്കായിട്ടൊക്കെ ഒട്ടിച്ചോളും. ഈ തുടക്കക്കാരാണ്, അവർക്ക് അറിയായിട്ടാണ്. ഡിസ്പ്ലേ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പാനലൊക്കെ നല്ല ക്ലീൻ ആക്കാം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയൊരു സൗണ്ട് കേൾക്കും. കറക്റ്റ് ആ കണക്ഷനിൽ വീഴുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കും. അല്ല നമ്മൾ പ്രസ് ചെയ്യാതെ കമർത്തി കഴിഞ്ഞാൽ വോൾട്ടേജ് ലൈനൊക്കെ മാറി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ചാർജ് ഇല്ല, നമുക്ക് എന്തായാലും കുറച്ച് നേരം ചാർജിന് ഇടാം. ചാർജ് കുറവായിരിക്കും. കോപ്പി ഡിസ്പ്ലേ ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് വാറണ്ടി ഒന്നും ഇല്ലാത്ത കാരണം കുറച്ച് ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഓണാക്കി നോക്കാം. കുറഞ്ഞതിൽ ഇപ്പോൾ ഈ ക്രൗൺ കമ്പനി നല്ല കമ്പനിയാണ്. കുറഞ്ഞതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, കുറഞ്ഞ റേറ്റും ആണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ക്രൗൺ തന്നെ ചെയ്യാറ് കുറഞ്ഞതിൽ. പിന്നെ OG വേണ്ടവർക്ക് OG നമ്മൾ എത്തിച്ചു കൊടുക്കും. മെയിനായിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് അഴിക്കുമ്പോൾ നോക്കി അഴിക്കുക. പിന്നെ അതുപോലെ തന്നെ പാനലിൻ്റെ സൈഡിൽ ഗമ്മുണ്ടെങ്കിൽ കാണിച്ചു തരേണ്ടി, ഗമ്മുണ്ടെങ്കിൽ ഫുള്ള് കളയണം ഗമ്മ്. അല്ലെങ്കിൽ പൊന്തി നിന്നാൽ കറക്റ്റ് ഇരിക്കില്ല, ഡിസ്പ്ലേ ഇരിക്കില്ല. അപ്പോൾ ജസ്റ്റ് നിലത്തൊക്കെ പെട്ടെന്ന് വീണാൽ തന്നെ തീരുമാനം. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ഒക്കെ ഓണായിട്ടുണ്ട്. ടച്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒക്കെ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഈ ക്രൗണിൻ്റെ അങ്ങനെ കംപ്ലൈൻറ്റ് വരവ് കുറവാണ്, ഇല്ലയെന്നല്ല. ഈ 1000-1 കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിലൊന്നൊക്കെ വരാറുണ്ട്. റിട്ടേൺസൊക്കെ കുറവാണ്, നല്ല ഡിസ്പ്ലേ ആണ്. വിവോൻ്റെ തന്നെ കുറേ മോഡൽ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ Y12, Y15, അങ്ങനെ കുറേ Y17, 11 അങ്ങനെ കുറേ മോഡലുകളുണ്ട്. അതിനൊക്കെ ഈ ഒരു ഡിസ്പ്ലേ തന്നെ വരും, ഒക്കെ ഒരേ സൂട്ടാണ് വരും. മോഡലിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. സാധനം വർക്കിംഗ് ആണ്. ഓക്കെ, ഇതെല്ലാം പോകുന്ന സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ ബാറ്ററി കണക്ഷൻ ഊരാതെ ഞാൻ ഇങ്ങനെയാണ് സ്വിച്ച് ഓഫ് ചെയ്യാറ്. സാധാരണ നമ്മൾ മറ്റുള്ള രീതിയിൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ലൈന് ഷോർട്ട് ഉണ്ടെങ്കിൽ പണി കിട്ടും. എന്നിട്ടല്ലേ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ഓഫ്, നമുക്ക് ടച്ചിൻ്റെ അവിടെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. നല്ല രീതിയിൽ ഓഫ് ആക്കുക. ചിലർ ബാറ്ററി കണക്ടറിൻ്റെ വരും, അല്ലെങ്കിൽ ഡിസ്പ്ലേ കണക്ടർ ആദ്യം വരും. അത് സെറ്റിനും ബോർഡിനും കംപ്ലൈൻ്റ് ആണ്. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാക്സിമം ബാറ്ററി കണക്ടർ ഊരിയതിൻ്റെ ശേഷം പിന്നെ ഡിസ്പ്ലേ കണക്ടർ വരിക. സേഫായിട്ട് ചെയ്യാം.
കണക്ടർ പോരുമ്പോൾ ശ്രദ്ധിക്കണം, വലിച്ച് പറിച്ചെടുക്കരുത്. അപ്പോൾ കണക്ടറൊക്കെ പോരും. ഒരു ലെവലിൽ പതുക്കെ സാവധാനം ചെയ്താൽ മതി. ബേജാറ് കൂട്ടിയിട്ടൊന്നും, തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ബേജാറ് കൂട്ടിയിട്ടൊന്നും ചെയ്യണ്ട. പതുക്കെ തന്നെ സാവധാനം ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാസ്റ്റ് ആവാം. എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാത്ത ആളുകളുണ്ടാവും. പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ സൈഡിൽ ഗമ്മുകൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. ഫുള്ള് എന്ത് ചെയ്യണം, ബ്ലേഡ് നൈഫ് കൊണ്ട് ചെറുതായിട്ട് വലിച്ചെടുക്കുക. ഇനി അഥവാ വരുന്നില്ലെങ്കിൽ ലേശം ടിന്നർ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ട് വരും. ഇതിപ്പോൾ നല്ല ഗമ്മുണ്ട്, പുറത്തുനിന്ന് ഇവിടുന്ന് വേറെ ഇവിടുന്ന് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഗമ്മിട്ടിട്ട് അനാവശ്യമായിട്ട് ഗമ്മിട് ചിലവരുണ്ട്, നല്ല ഉഷാറാക്കിയിട്ട് ഗമ്മുണ്ട് ഡിസ്പ്ലേയുടെ അടിയിലടങ്ങ് ഗമ്മിടുന്നത്. എന്തിനാണ് അവർ ഡിസ്പ്ലേയുടെ അടിയിലൊക്കെ ഗമ്മിടുന്നത്? ഡിസ്പ്ലേയുടെ അടിയിലൊന്നും ഇടണ്ട, കമ്പനി തന്നെ സൈഡിലാണ് ഗമ്മിടുന്നത്. അതും കമ്പനി അത്രയും ഒരു ലെവലിലുള്ള ഗമ്മ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചിലവരുണ്ടാവും സൂപ്പർ ബ്ലോക്ക് ഇട്ടിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഗമ്മ് കിട്ടും, അത് വാങ്ങിയിട്ട് ഒട്ടിക്കണം. എങ്കിലാണ് നമുക്ക് പിന്നീട് പറിച്ചെടുക്കേണ്ടി വന്നാലൊക്കെ നമുക്ക് എളുപ്പത്തിൽ, ഇപ്പോൾ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാലൊക്കെ നമുക്ക് പറിച്ചെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുടുങ്ങിയ അങ്ങനെ സൈഡ് ഗ്ലാസ് പൊട്ടി ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അടിയിലൊക്കെ ഗമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്പ്ലേ കൊടുക്കാനെ മാറ്റേണ്ടി വരും. ചില ആളുകൾ സർവീസർമാർ കണ്ടിട്ടുണ്ട് ഫുള്ള് ഡിസ്പ്ലേയുടെ താഴത്ത് ഗമ്മിടുന്നത്. ഡിസ്പ്ലേയുടെ താഴത്ത് ഒരിക്കലും ഗമ്മിടും. എന്തായാലും നമുക്ക് നല്ല ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് നല്ല ഫംഗസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അത് നല്ല കംപ്ലൈൻറ്റ് വരും. പിന്നെ ഡിസ്പ്ലേ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അതിങ്ങനെ ദ്രവിച്ച് പൊന്തിയിട്ട് ഡിസ്പ്ലേക്ക് കളർ വരും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ലൈന് വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം സെറ്റപ്പ് ആയിട്ട് ഒട്ടിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്, ഭാഗത്തൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഏരിയകൾ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. നൈഫ് കൊണ്ടൊന്ന് വരുത്തി കഴിഞ്ഞാൽ ആ എരമ്പൽ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ സാധനം ഓക്കെ. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ അങ്ങനെ മിനുസുണ്ടാവണം. എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കൂല. ഇരിക്കും, ഞാൻ പറഞ്ഞു വൈറ്റ് ഡിസ്പ്ലേ ചിലതിങ്ങനെ നല്ല നമ്മൾ ഗമ്മൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ കസ്റ്റമർ ഇതെന്താ ബ്ലൂ ഡിസ്പ്ലേ ആയിരിക്കുന്നത്, എന്താ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്. നമ്മൾ നല്ലപോലെ ഉള്ളൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റപ്പ്. അപ്പോൾ ഫുൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്, നമുക്ക് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. ഇപ്പം ഗമ്മിടുന്നില്ല, കാരണം വെച്ചാൽ നമ്മളൊന്ന് ഈ വാറണ്ടി ഇല്ലാത്ത കാരണം നമ്മൾ ചെക്കിങ്ങിന് കൊടുക്കേണ്ട കസ്റ്റമർക്ക്. കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഗമ്മിട്ട് കൊടുക്കുള്ളൂ. നമ്മൾ ടാപ്പ് അടിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ OCയുടെ ടാപ്പ് വരുന്നുണ്ട്, ഇപ്പോൾ ഉള്ളിലേക്ക് കാണുന്ന രീതിയിലുള്ള ടാപ്പ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ആ ടാപ്പ് അടിച്ചിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കാറ്. ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യും. ഈ വാറണ്ടി ഇല്ലാത്ത കാരണം പിന്നെ അപ്പോൾ അത്ര കുറഞ്ഞ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഒരു ചെക്കിങ് ഗ്യാരണ്ടി ഒരു ദിവസം കൊടുക്കാന്നുള്ളത്. അപ്പോൾ അവർക്കും സേഫ്, നമുക്കും സേഫായി. ചില കോമ്പുകളൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയില്ല ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ചെന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിടിക്കും. ഒന്ന് വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ചെന്ന് ടച്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പർ വോൾട്ടേജ് കയറി നല്ല രീതിയിലൊക്കെ വർക്കിംഗ്, ചില നല്ല ഷോർട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടച്ച് വർക്കിംഗ് ഒക്കെ ആവും. അതാണ് അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഗമ്മിട്ട് കൊടുക്കേണ്ട, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുക, ഓക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം മതി, വൺ ഡേയുടെ സുഖമായിട്ട് എന്തായാലും അറിയാം. ചിലതൊക്കെ അപ്പം തന്നെ കാണിക്കൂട്ട, അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ട. അപ്പം തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുത്താൽ മതി, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. മിക്കവാറും നമ്മളിപ്പോൾ ഇവിടെ റൂട്ടിൽ ആളുകൾ വരലാണ്, ചിലപ്പോൾ ഞാനൊക്കെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ സെറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കാനാണ്. റൂട്ടിൽ വരുമ്പോൾ പിന്നെ ആളുകൾ കൊടുന്നതിൻ്റെ ശേഷം നമ്മൾ കടയിൽ വന്നിട്ട് ഷോപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല, വരാതിരിക്കട്ടെ. മാക്സിമം നമ്മൾ കസ്റ്റമറോട് OG പറയാ. OG ആകുമ്പോൾ നമുക്ക് ധൈര്യമാണ്. മറ്റെന്ന് വെച്ചാൽ നമ്മൾ മാറ്റിയതാണ്, ഈ സെറ്റിന്റെ പൈസ ഒക്കെ നമ്മൾ എടുക്കാന്ന് വിചാരിക്കും. അത് ഡിസ്പ്ലേ മാറ്റണതിന്റെ പൈസ ഒക്കെ ഇത് അവിടെ കൊടുക്കണ്ടേ, നമുക്ക് ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉള്ളതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അറിയുന്ന ആളുകളുണ്ട് കേട്ടോ, എന്നല്ല, ചില ആളുകൾ അറിയാത്തവരൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റിയാണ്, ഇത്രയും പൈസ കൊടുത്ത് മാറ്റിയതാണ് ഒക്കെ പറയും. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ചെക്കിങ് ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ റിസ്ക് ഒക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വാറണ്ടി ഇല്ലാത്തൊരു ഇഷ്യൂ. മുമ്പൊക്കെ പാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പം അതും ഇല്ലാതായി, പാസ്റ്റിംഗ് വാറണ്ടി. ഇപ്പം ഈ ചൈനയിൽ നിന്ന് മാറ്റി കിട്ടാത്തൊരു മാർക്കറ്റിലുള്ള ആൾക്കും, നമ്മൾ എടുക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് മാറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ
അതൊരു ബുദ്ധിമുട്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡിസ്പ്ലേ ഒട്ടിച്ചിട്ടില്ലാത്ത കാരണം ചിലവർ, നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന കാരണം കുഴപ്പമില്ല, അറിയാത്തവരൊക്കെ ആകുമ്പോൾ ഡിസ്പ്ലേ പുറത്തേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അമർത്തുന്ന സമയത്ത് ചിലപ്പോൾ ഡിസ്പ്ലേ പൊട്ടാൻ സാധ്യതയുണ്ട്. എൻഡിങ്ങിലൊക്കെ ചെറിയൊരു ഷീൽഡായിരിക്കും, അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, സാധനം ഫോൺ ഓൺ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ആണ്. എന്തായാലും നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണ്. താങ്ക് യു.